ഇന്ന് നമുക്ക് പഴം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതിന് ഒരുപാട് ചേരുവകളൊന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് കിട്ടുന്ന ചേരുവകൾ മാത്രം മതി. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പാനിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഉപയോഗിക്കാം. ഞാനിവിടെ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 ടീസ്പൂൺ നെയ്യ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പോളം പഞ്ചസാര ചേർക്കാം. ഇതിന് കൂടെ തന്നെ 1/2 കപ്പ് തേങ്ങയും കൂടി ചേർക്കാം. പഞ്ചസാര എത്ര തന്നെ മതിയാവും. നമ്മൾ ഒരു പഴം മാത്രമാണ് എടുക്കുന്നത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ചൂട് തട്ടുമ്പോൾ പഞ്ചസാരയ്ക്ക് ഒന്ന് അലിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടി ചേർക്കാം. നട്ട്സ് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഒരുപാട് സമയത്ത് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം ഒരു 3-4 മിനിറ്റ് നേരത്തേക്ക് വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പോളം അവിൽ ചേർക്കാം. ഏത് തരം അവിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അവിലും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. പഞ്ചസാരയിൽ കിടന്ന അവിലൊന്നും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടും. ഇനി ഇതിലോട്ട് ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ചതാണ്, അത് ചേർക്കാം. വലിയൊരു നേന്ത്രപ്പഴമാണ്, ഒറ്റൊരു പഴം തന്നെ മതിയാവും. ഇനി ഇത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. പഴം നല്ലതുപോലെ സോഫ്റ്റായി വെന്ത് കിട്ടണം, അതുവരെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിത് നല്ലതുപോലെ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പഴമൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ നല്ല പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇതിനി മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഗോതമ്പൊടി ചേർത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ 1/2 കപ്പ് മൈദയും കൂടി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ടും ഗോതമ്പൊടി വെച്ചിട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. പിന്നെ കുറച്ച് എള്ളും കൂടി ചേർക്കുന്നുണ്ട്. എള്ളുണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർക്കുക. അതിന് ശേഷം ഇത് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കണം. പക്ഷേ ഒരുപാട് സോഫ്റ്റ് ആക്കരുത്, നല്ല ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ആകെ ഒരു 1/4 കപ്പ് വെള്ളം മാത്രം മതി നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. നല്ല ടൈറ്റായിട്ട് തന്നെ ഇതുപോലെ കുഴച്ചെടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു 4 ബോളാക്കി നമുക്ക് കിട്ടും. അപ്പോൾ ഈ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന പഴവും നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കി ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ ആക്കിയെടുക്കണം. അതുകൊണ്ടാണ് പഴം നന്നായിട്ട് വഴറ്റിയെടുക്കണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് വിട്ട് വരും. അപ്പോൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. ഒരുപാട് റൗണ്ട് ഷേപ്പ് ആക്കേണ്ട, ഈ ഒരു ഷേപ്പിലാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഈ മാവൊന്ന് പരത്തിയെടുക്കാം. നല്ല കനം കുറച്ചിട്ട് പരത്തിയെടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ നിന്ന് വെട്ടി മാറ്റാം. അപ്പോൾ ഒരുപാടൊന്നും വെട്ടേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ നമ്മളിത് പരത്തുമ്പോൾ തന്നെ ഈ ഒരു ഷേപ്പിൽ പരത്തിയാൽ ഒരുപാട് നമുക്ക് കട്ട് ചെയ്യേണ്ടി വരില്ല. നല്ല കനം കുറച്ചിട്ടാണ് നമ്മളിത് പരത്തിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ കനം കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. മാത്രമല്ല ഇത് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്കിതൊരു 3 കട്ട് ചെയ്ത് മാറ്റാം. ഓരോ ഷീറ്റും ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പഴത്തിൻ്റെ ബോള് നമുക്ക് ഇതിൻ്റെ സൈഡിലാക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. നമ്മൾ റോൾ ചെയ്തെടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ കൈ വെച്ച് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇതങ്ങനെ തന്നെ ഒട്ടി പിടിച്ചോളും. നമ്മൾ വേറെ പശയൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് തന്നെ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഓരോന്നും ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതൊട്ടും തന്നെ പുറത്തൊന്നും വിട്ട് വരുന്നില്ല, അപ്പോൾ അത് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓരോന്നും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടൈറ്റായിട്ട് വേണം റോൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം ഇതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തു. ഇനി നമുക്കിത് വറുത്തെടുക്കാം. കുറച്ച് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അത് വേറൊരു മെത്തേഡാണ്. ഇപ്പോൾ ഒരുപാട് എണ്ണയൊന്നും വേണ്ടെങ്കിൽ ഈ കാണിക്കുന്ന രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് എണ്ണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഓരോന്നും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് അത് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളാകെ കുറച്ച് എണ്ണയെ ഉപയോഗിക്കുന്നുള്ളൂ, അതുകൊണ്ട് ഇത് ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ എല്ലാ സൈഡും നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടും. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടതെങ്കിൽ അതിന് വേറൊരു മെത്തേഡാണ്. അപ്പോൾ അതും കൂടി ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മൈദയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഇതുപോലെ കുറച്ച് വെള്ളം പോലെ കലക്കിയെടുത്തതാണിത്, ഈ ഒരു പേസ്റ്റ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇത് ഓരോന്നും ഈ കൂട്ടിൽ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് ഒന്നും പുറത്തും വരില്ല. നമുക്ക് ഒരുപാട് എണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ കാണിക്കുന്ന മെത്തേഡിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. 2 രീതിയിലും ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഇങ്ങനെ മൈദയിൽ മുക്കിയതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചെറുതായിട്ടൊരു കോട്ടിങ് മാത്രമേ കിട്ടുള്ളൂ, ഒരുപാട് കട്ടിയിലാക്കരുത്. അപ്പോൾ ഇതുപോലെ 2 സൈഡും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നമ്മൾ എല്ലാ സ്നാക്കും ഫ്രൈ ചെയ്തെടുത്തു. ഇപ്പോൾ 2 രീതിയിലാണ് നമ്മളിത് വറുത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് എണ്ണ ഇല്ലാതെയും ചെയ്യാം, അതല്ല ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ കുറച്ച് എണ്ണ വെച്ച് ചെയ്തത്. അപ്പോൾ ഈ സൈഡ് കാണിക്കുന്നത് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തതാണ്. രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് കണ്ടില്ല, ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, എണ്ണയൊന്നും കുടിച്ചിട്ടില്ല, കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും വേണ്ടാത്തവർക്ക് ഈ രീതിയിൽ ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ അവസാനം കാണിച്ച രീതിയിലും ചെയ്യാം. അപ്പോൾ ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്, നല്ല ക്രിസ്പി ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പൊളിച്ച് കാണിച്ചു തരാം. അപ്പോൾ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ചൂടോട് കൂടി തന്നെ കഴിക്കാൻ നോക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്